ഷിജോ, വളരെ നിരാശനാണല്ലോ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. CPIയുടെ ആവശ്യം CPM അംഗീകരിച്ചിട്ടില്ല. നിലപാടിൽ നിന്ന് പിന്നാക്കം പോകാൻ CPI തയ്യാറുമല്ല. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് വിശദീകരിച്ചത്? GK പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPIക്ക് വേണം എന്നുള്ള കാര്യങ്ങൾ തന്നെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വളരെ നേരത്തെ തന്നെ പരസ്യമായിട്ട് പറഞ്ഞതാണ്. ഇപ്പോൾ അതിനകത്ത് ഒരു കൂടിക്കാഴ്ച നടത്തി അതിനകത്തൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം AKG സെന്ററിലെത്തി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തിയത്. അതിനകത്ത് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, അത് ഞങ്ങൾക്ക് തന്നെ മതിയാവുകയുള്ളൂ എന്നുള്ള നിലപാട് CPIക്കുണ്ട്. പക്ഷേ അതിനോട് ഒരു തരത്തിലും വഴങ്ങാൻ CPM നേതൃത്വം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം. ആ കാര്യത്തിനകത്ത് CPIക്ക് വലിയ തരത്തിലുള്ള അതൃപ്തിയുണ്ട്. MV ഗോവിന്ദനുമായിട്ട് നടത്തിയ കൂടിക്കാഴ്ച ആ ചർച്ച പരാജയമായിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ ഒരു തീരുമാനവുമായിട്ടില്ല എന്നുള്ള കാര്യമാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ വിട്ടുപറയാൻ തയ്യാറായില്ല എങ്കിൽ പോലും പറഞ്ഞ കാര്യം അങ്ങേയറ്റം സൂക്ഷ്മതയോടും അങ്ങേയറ്റം നേരത്തെ GK സൂചിപ്പിച്ചതുപോലെ കൃത്യമുള്ള മൂർച്ചയുള്ള വാക്കുകൾ തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുമോ എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കാത്ത കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ CPIക്ക് കെൽപ്പുണ്ട്. CPI ആ രീതിയിലാണ് പോകുന്നത്. പക്ഷേ അതിന് മറുചോദ്യമായി ചോദിച്ചത് മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാട് എന്തുകൊണ്ട് CPM സ്വീകരിക്കുന്നത് ചോദിക്കുമ്പോൾ അതിന് അവർ മറുപടി പറയട്ടെ എന്നുള്ള ഒരു ശരീരഭാഷയാണ് ബിനോയ് വിശ്വം സ്വീകരിച്ചിരിക്കുന്നത്. ബിനോയ് വിശ്വത്തിന് അതൃപ്തി ഉണ്ട് എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ ഉപനേതൃത്വ സ്ഥാനം അവകാശപ്പെട്ടതാണ്. അങ്ങനെ ഒരു കീഴ്വഴക്കം LDFനകത്ത് ഇല്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് ആ രീതിയിലുള്ളൊരു നിലപാട് ഇനി തുടർന്ന് പോകാൻ കഴിയുകയില്ല എന്നുള്ളൊരു കാര്യം CPI സ്വീകരിച്ചിട്ടുണ്ട്. നാളെ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയോട് ചേരുകയാണ്. അതിന് മുന്നോടിയായിട്ട് AKG സെന്ററിലെത്തി സ്വാഭാവികമായിട്ടും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി കാണുമ്പോൾ അതിനകത്ത് കൃത്യമായിട്ടുള്ള നിലപാട് പറയേണ്ടതായിട്ടുണ്ട്. ആ നിലപാട് ഇവിടെ ബിനോയ് വിശ്വം MV ഗോവിന്ദനോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതിനകത്ത് ഒരു മാറ്റവും ഇല്ല എന്നുള്ളതാണ്. രണ്ട് പാർട്ടികൾക്കും ഇതിനകത്ത് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. അവർ അതേ നിലപാടിൽ തന്നെ തുടരുകയാണ്. പക്ഷേ കാത്തിരിക്കാം എന്നുള്ള ഒരു മറുപടി കൂടി ബിനോയ് വിശ്വം പറയുന്നുണ്ട്. പക്ഷേ 5 വർഷം ഇങ്ങനെ കാത്തിരിക്കേണ്ടി വരുമോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ ഉത്തരം പറയാതെ ബിനോയ് വിശ്വം മടങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ഇതുവരെ LDF പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നിട്ടില്ല. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ CPI പങ്കെടുക്കുമെന്ന് ചോദ്യം ചോദിക്കുമ്പോൾ അത് നമുക്ക് നോക്കാം, വരുന്ന ദിവസങ്ങളിൽ കണ്ടറിയാം എന്നുള്ളൊരു പ്രതികരണം മാത്രം നടത്തി മടങ്ങിപ്പോവുകയാണ് ബിനോയ് വിശ്വം ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും വലിയ തരത്തിലുള്ള ഒരു അതൃപ്തി മുന്നണിക്കുള്ളിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഈ കാര്യത്തിനകത്ത് ഒരു വിട്ടുവീഴ്ചയില്ല എന്നുള്ള കാര്യം CPIയും CPMും തീരുമാനിച്ചിട്ടുണ്ട്. ഇതെന്തായാലും CPIക്ക് വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ല എന്നുള്ളതാണ് CPMന്റെ നിലപാട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, ഞങ്ങൾക്ക് തന്നേ മതിയാവുകയുള്ളൂ എന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് CPI. GK ഷിജോ, ഇതിൽ ഏതെങ്കിലും തരത്തിലൊരു വിട്ടുവീഴ്ചയ്ക്ക് CPI തയ്യാറാകും എന്നതിന്റെ എന്തെങ്കിലും സൂചന ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു? ഇനി അതല്ല എങ്കിൽ ഇത് മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി മാറാൻ പോവുകയല്ലേ? 35 അംഗങ്ങളാണ് CPMന് നിയമസഭയിലുള്ളത്, 8 അംഗങ്ങളാണ് CPIക്കുള്ളത്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം അവർ ആവശ്യപ്പെടുന്നതിനുള്ള കാരണം UDF പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനം കോൺഗ്രസിനും പ്രതിപക്ഷ ഉപനേതാവ് എന്ന സ്ഥാനം മുസ്ലിം ലീഗിന് നൽകിയതാണ്. അതേ മാതൃക ഇടതുമുന്നണിയിലും പിന്തുടരണം എന്ന ആവശ്യമാണല്ലോ CPI മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിന് വഴങ്ങുന്നില്ല എന്ന നിലപാടാണ് CPM തുടരുന്നതെങ്കിൽ കടുത്ത തീരുമാനങ്ങളിലേക്ക് CPI നീങ്ങുമോ? അതിനുള്ള എന്തെങ്കിലും സൂചനകൾ ഇന്ന് ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു? ഒരു പക്ഷേ CPI കടുത്ത നിലപാടിലേക്ക് വരും ദിവസങ്ങളിൽ പോകും എന്നുള്ളതിൻ്റെ ചില സൂചന അത് ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. വരികൾക്കിടയിലൂടെ വായിച്ചാൽ നാളെ ചേരുന്ന CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഒരുപക്ഷെ കടുത്ത നിലപാട് തന്നെ CPI സ്വീകരിക്കാനുള്ള ഒരു സാധ്യത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.